മോർണിംഗ് എവരിവൺ. എന്റെ പേര് അഞ്ജലി കൃഷ്ണ. ഞാൻ ലേൺ വൈസിന്റെ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഓവറോൾ വ്യൂ ആണ് കണ്ടത്. എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്, എന്താണ് നമ്മുടെ സിലബസ്, മൊത്തത്തിലുള്ള കോഴ്സിന്റെ ഫ്രെയിം വർക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് എന്നാണ്. അപ്പൊ ഈ പേപ്പറിൽ തന്നെ ഉണ്ടല്ലേ ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ്. ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് എന്താണ് എക്കണോമെട്രിക്സ് എന്നതിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് തരുന്നത്, അല്ല ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ആ പേപ്പർ, ആ കോൺസെപ്റ്റ്, എന്താണ് ആ സബ്ജക്ട് എന്നത് നിങ്ങളിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ മാത്രമാണിത്. നമ്മൾ ഇൻഡെപ്തിലൊന്നും അങ്ങനെ പഠിക്കുന്നില്ല. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് എന്നുള്ളതാണ്. സോ ഇതിൽ പറയുന്നത് എന്താണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ എക്കണോമെട്രിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്, എന്താണ് ഈ സബ്ജക്ട്, അതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എക്കണോമെട്രിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ് ഇതിനെ യൂസ് ചെയ്തിട്ടാണ്, അതുപോലെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്നതിന്റെ തിയറിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപിരിക്കലി അനലൈസ് ചെയ്യുന്നു. എന്താണ് ഇംപിരിക്കലി അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ? എംപിരിക്കലി അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ വെച്ചിട്ട് നമ്മൾ അതിനെ പ്രൂവ് ചെയ്യണം ആ തിയറിയെ. ഇപ്പൊ ലോ ഓഫ് ഡിമാൻഡ്, അങ്ങനെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്ത് ചെയ്യണം? ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു എന്ന് നമ്മൾ തെളിയിക്കണം. സോ അതിനാണ് എന്ത് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്. അത് എന്തിന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്? എക്കണോമിക് റിലേഷൻഷിപ്പിന് എക്കണോമിക് തിയറിയിൽ പറഞ്ഞിരിക്കുന്ന, ഇപ്പൊ ലോ ഓഫ് ഡിമാൻഡിലാണ് എന്തൊക്കെയാണ്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡുമാണ്. ഈ പ്രൈസിനെയും ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും എന്ത് ചെയ്യുന്നു? അതിന്റെ റിലേഷൻഷിപ്പിനെ, ഈ എക്കണോമിക് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമെട്രിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്നത്. എക്കണോമെട്രിക്സ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എവിടെയാണ്? രണ്ട് കാര്യങ്ങൾക്കാണ് എക്കണോമെട്രിക്സ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഒന്നെന്താണ്? എക്സ്പ്ലെയിനിങ് ദ പാസ്റ്റ് റിലേഷൻഷിപ്പ് എമോങ് ദ വേരിയബിൾസ്. അതായത് ഇപ്പൊ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും, ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും പാസ്റ്റിൽ എങ്ങനായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം, ഇപ്പൊ നമ്മൾ 24-ലാണല്ലോ ഇപ്പൊ, 22-ൽ എങ്ങനായിരുന്നു, 20-ൽ എങ്ങനായിരുന്നു, 19-ൽ എങ്ങനായിരുന്നു, ഇതൊക്കെയാണ്. അതായത് പാസ്റ്റ് റിലേഷൻഷിപ്പ് എമോങ് ദ വേരിയബിൾസ്, കഴിഞ്ഞ 5 കൊല്ലം എങ്ങനായിരുന്നു ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ബന്ധമെന്ന് അനലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ എക്കണോമെട്രിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ളത്, അടുത്തത് ഇനി എന്താണ്, അപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം ഇതിന്റെ വാല്യൂ ഇങ്ങനായിരുന്നു, ഇത് ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനായിരുന്നു, അതുകൊണ്ട് ഇനി അടുത്ത 5 കൊല്ലം എങ്ങനായിരിക്കും, അല്ലെങ്കിൽ 25-ൽ എങ്ങനായിരിക്കും, 2026-ൽ എങ്ങനായിരിക്കും. ഫ്യൂച്ചർ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർകാസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ്, അല്ലെ? അടുത്തത് എന്താണെന്ന് നമ്മൾ പ്രവചിക്കുകയാണ്. മലയാളത്തിൽ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് പ്രവചിക്കുക. നമ്മൾ അടുത്തത് എന്താണെന്ന് നമ്മൾ പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ 3 സബ്ജക്റ്റ് അവിടെ വരുന്നുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? എക്കണോമിക്സ് വരുന്നുണ്ട്, അതായത് എക്കണോമിക് തിയറിയെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മോഡൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്കണോമിക് തിയറി എന്താക്കണം? ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആക്കിയാൽ മാത്രമാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3 സബ്ജക്റ്റുകൾ അവിടെ വരുന്നുണ്ട്. 3 സബ്ജക്റ്റുകൾ കൂടി ചേർന്നാണ് എക്കണോമെട്രിക്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ? എക്കണോമിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. ഈ 3 സബ്ജക്റ്റുകളുടെ ഒരു ഇന്റർഫേസ് ആണ് എന്തെന്ന് പറയുന്നത്? എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്കണോമെട്രിക്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പുകൾ കണ്ടുപിടിക്കുന്നത്? വേരിയബിൾസിന്റെ എക്കണോമെട്രിക്സ് ഉപയോഗിച്ച് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ന് പറയുന്നത് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഈ റിഗ്രഷൻ എന്താണ് പറയുന്നത്? റിഗ്രഷൻ പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള വേരിയബിളിന്റെ റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഈ വേരിയബിൾ എല്ലാം പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഒരു റിഗ്രഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇനി എക്കണോമെട്രിക്സിന്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്കണോമെട്രിക്സ് എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? ഒരു എക്കണോമിക് മെഷർമെന്റിനെ ആണ് എന്ത് ചെയ്യുന്നത്? എക്കണോമെട്രിക്സ് ഡീൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്കണോമെട്രിക്സ് ഒരു സോഷ്യൽ സയൻസ് സ്ട്രീമാണ്. സോഷ്യൽ സയൻസിൽ തന്നെയുള്ള ഒരു സ്ട്രീം ആണെന്ന് പറയുന്നത് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്.
ഇത് എന്തിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഇത് മാത്തമാറ്റിക്കൽ ടെക്നിക്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിനെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്കണോമിക് തിയറിയെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് എക്കണോമിക് തിയറി? ഈ മൂന്നെണ്ണം, മാത്തമാറ്റിക്കൽ ടെക്നിക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, അതുപോലെ എക്കണോമിക് തിയറി യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇക്കണോമിക് ഫിനോമിനയെ, ഒരു സാമ്പത്തിക ഫിനോമിനയെ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇംപിരിക്കൽ സപ്പോർട്ട്. ഇംപിരിക്കൽ സപ്പോർട്ട് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ? അപ്പൊ ഒരു ഇംപിരിക്കൽ സപ്പോർട്ട് കൊടുക്കുക. എങ്ങനെയാണ്? ഒരു എക്കണോമിക് മോഡൽ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം, ഉണ്ടാക്കിയതിനു ശേഷം മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് അവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു ന്യൂമറിക്കൽ, അതായത് സംഖ്യാപരമായ ഒരു വാല്യൂ, ഒരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നു. ഇതിനാണ് എക്കണോമെട്രിക്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒന്നുകൂടെ അത് വീണ്ടും പറയുകയാണ്. എന്താണ്? ഇന്ററാക്ഷൻ ആണ്. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്നും കൂടെ സംയോജിക്കുക. എന്തൊക്കെയാണ്? എക്കണോമിക് തിയറി, മാത്തമാറ്റിക്കൽ ടൂൾസ്, അതുപോലെ തന്നെ എന്താണ്? എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡേറ്റ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയാണ് നമ്മൾ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു തിയറിയെ മാത്തമാറ്റിക്കൽ ഫോംസിൽ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈക്വേഷൻസ് ആണ് അല്ലെ? ഒരു ഈക്വേഷന്റെ അപ്പുറം ഇപ്പുറം സംഖ്യകൾ ഉണ്ടാവും, അതാണ് ഈക്വൽ ടു. ഇതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുക. സോ അപ്പൊ എന്താണ്? ഒരു എക്കണോമിക് തിയറിയെ മാത്തമാറ്റിക്കൽ മോഡലിൽ എഴുതുന്നതിനാണ് നമ്മളിവിടെ എന്തിന്റെ സഹായം തരുന്നത്? മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ഹെൽപ്പ് തേടുന്നത്. സോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റയാണ്. നമ്മൾ അവിടെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെ വരും? ഡേറ്റ കളക്ട് ചെയ്യണം, അതെന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം, അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ +1 +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? പൈ ചാർട്ട്, ബാർ ചാർട്ട്, മീൻ, മീഡിയൻ, മോഡ്, അങ്ങനെ പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും നമുക്ക്. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ GDP അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, പ്രൈസസ്, ഓരോ കമ്മോഡിറ്റിയുടെ, ഇതിന് നമുക്ക് എന്ത് പറയാം? എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ഇതെല്ലാം ഡേറ്റയാണ്. ഡേറ്റയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഈ എക്കണോമെട്രിക് മെത്തേഡ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെ ഡേറ്റകൾ ഉപയോഗിക്കാം? പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ഉപയോഗിക്കാം. പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ഒക്കെ നിങ്ങൾ ഓൾറെഡി കവർ പോയ പോർഷൻസ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ബ്രോഡ് ആയിട്ടൊന്ന് പറയാം. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഒരാളെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്ന ഡേറ്റ, ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് പോയി എടുക്കുന്ന ഡേറ്റ എന്താണ്? പ്രൈമറി ഡേറ്റയാണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ GDP, എംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, അതൊക്കെ RBI, അതുപോലെ MOSPI അവരൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മുടെ എക്കണോമിക് തിയറിയെ ഒരു മാത്തമാറ്റിക്കൽ ഈക്വേഷന്റെ ഹെൽപ്പോട് കൂടി എഴുതുന്നതാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മോഡൽ എഴുതിയേക്കാണ്. ഇതാണ് നമ്മുടെ എക്കണോമെട്രിക്സിന്റെ ബേസിക് മോഡൽ എന്ന് പറയുന്നത്. YI = A + B XT ആണ് അല്ലെ? ഇവിടെ Y എന്ന് നമ്മൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Y എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻഡ് വേരിയബിൾ ആണ്. എക്സ് എന്താണ്? എക്സ്പ്ലനേറ്ററി വേരിയബിൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പഠിച്ചിട്ടുണ്ട്. Y എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡ് വേരിയബിൾ. എക്സ് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എയും ബിയും എന്താണ്? പാരാമീറ്ററുകളാണ്. എന്തിന്റെ? ഈ മോഡലിലെ പാരാമീറ്റേഴ്സ് ആണ്. സോ ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്, ഒരു തിയറിയുടെ മാത്തമാറ്റിക്കൽ മോഡൽ. ഇവിടെ ശരിക്കും എന്താ പറയുന്നത്? ഈ Y എന്ന് പറയുന്ന എക്സ്പ്ലെയിൻഡ് വേരിയബിൾ ആര് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? ഇവിടെ എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ വൈയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയുന്നത്. ഈ എക്കണോമെട്രിക് മോഡലിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റൊക്കാസ്റ്റിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോഡൽ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? സ്റ്റൊക്കാസ്റ്റിക് എറർ വേരിയബിൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് എറർ വേരിയബിളിനെ നമ്മൾ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ അതിനെ കാണിക്കുന്നത് U വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സ്റ്റൊക്കാസ്റ്റിക് ടേമും കൂടെ സ്റ്റൊക്കാസ്റ്റിക് എറർ വേരിയബിളും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മൊത്തം മോഡൽ എങ്ങനെ ആകും? YI = A + B XT + UT എന്നാവും.
റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഡേറ്റ ഉപയോഗിച്ച് ഇമ്പിരിക്കലി നമ്മൾ പ്രൂവ് ചെയ്യാണ്. എക്കണോമിക് തിയറികളെ ഡേറ്റ ഉപയോഗിച്ച് ഇമ്പിരിക്കലി പ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എക്കണോമെട്രിക്സിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഡേറ്റ ഉപയോഗിച്ച് ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ച് നമ്മുടെ എക്കണോമിക് റിലേഷൻഷിപ്പുകളെ അനലൈസ് ചെയ്യുന്നു. രണ്ടാമത് ഇത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഒരു എക്കണോമിക് തിയറിയെ അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും എക്കണോമെട്രിക്സ് സ്റ്റഡി നടത്തുക? ഒരു എക്കണോമിക് തിയറി അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ എന്തായിരിക്കും? ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും. മൂന്നാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്രോപ്രിയേറ്റ് എസ്റ്റിമേഷൻ മെത്തേഡ് വേണം. എന്താ? ഒരു തിയറി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മോഡൽ അനലൈസ് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏറ്റവും യോജിച്ച ഒരു മോഡൽ ഒരു മെത്തേഡ് കണ്ടുപിടിക്കാനും എന്ത് വേണം? നമ്മുടെ എക്കണോമെട്രിക്സ് നമുക്ക് വേണം. അപ്പം ഇതാണ് എക്കണോമെട്രിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 3 ഫീച്ചേഴ്സ്. ഒന്ന്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. രണ്ട്, ഒരു എക്കണോമിക് തിയറിയെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ എന്തായിരിക്കും? ഒരു ലോജിക് ഉണ്ടായിരിക്കും. അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എക്കണോമെട്രിക്സ് സ്റ്റഡി നടത്തുന്നത്. മൂന്നാമത്തത്, ഏറ്റവും യോജ്യമായിട്ടുള്ള എസ്റ്റിമേഷൻ മെത്തേഡുകൾ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക. അടുത്തത്, എക്കണോമിക്സും എക്കണോമെട്രിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. എക്കണോമിക് തിയറിന് എന്താണ്? എക്കണോമിക് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് ആണ് അല്ലെ. അത് ഇപ്പം ലോ ഓഫ് ഡിമാൻഡ്, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയും, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. അങ്ങനെ പറയുന്നുള്ളൂ. എത്ര മാത്രം എന്ന് പറയുന്നില്ല. ഇത്ര രൂപ കുറയുമ്പോൾ ഇത്രയധികം ക്വാണ്ടിറ്റി, ഇത്ര യൂണിറ്റ് ക്വാണ്ടിറ്റി കൂടുന്നു, അല്ലെങ്കിൽ ഇത്ര പൈസ കുറയുമ്പോൾ കൂടുമ്പോൾ ഇത്രയധികം യൂണിറ്റ് കുറയുന്നു എന്നവിടെ പറയുന്നില്ല. ഒരു ക്വാളിറ്റേറ്റീവ് നേച്ചറാണ്, ഒരു സ്റ്റേറ്റ്മെന്റിലാണ് അത് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു ഡേറ്റ് ഉപയോഗിച്ച് അവിടെ ഒരു പ്രൂവ് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് എക്കണോമെട്രിക്സിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ എക്കണോമെട്രിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. ഇത് മൂന്നും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്വാളിറ്റേറ്റീവ് നേച്ചറുള്ള സാധനത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ആക്കി മാറ്റുന്നു, ഡേറ്റ ഉപയോഗിക്കുന്നു. സോ അതാണ് എക്കണോമിക്സും എക്കണോമെട്രിക്സും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് നേച്ചറാണ്, എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിൽ എന്താണ് പറയുന്നത്? അതർ തിങ്സ് റിമെയിൻ കോൺസ്റ്റന്റ്, ബാക്കി എല്ലാം സെയിം ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ക്വാണ്ടിറ്റി, ആളുകൾ അത് വാങ്ങാനുള്ള അവരുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ശരിക്കും എക്കണോമിക് തിയറിയിൽ പറയുന്നത്? എക്കണോമിക് തിയറിയിൽ പറയുന്നത് എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഇവിടെ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മാത്രമാണ് എക്കണോമിക് തിയറി പറഞ്ഞു വെക്കുന്നത്. അതാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഈ തിയറി എന്തിന് ഫെയിൽ ആയി പോവാണ്? എത്ര മാത്രം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര രൂപ, ആ പ്രൈസ് എന്ന് പറയുന്നതിന്, ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് എത്രമാത്രം കൂടുമ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റി കുറയുന്നു എന്നുള്ളത് പറഞ്ഞു വെക്കാൻ ഇവിടെ എക്കണോമിക് തിയറിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വരുന്നത്. സോ എക്കണോമിക്സിൽ നമ്മൾ എന്താണ്? എക്കണോമിക്സിനെ നമ്മൾ എന്താണ്? അപ്ലൈഡ് വേൾഡിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിന്? നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് വേരിയബിൾസ്, സെയിൽസ്, ഇൻട്രസ്റ്റ് റേറ്റ്, മണി സപ്ലൈ, പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വേരിയബിൾസിനെയൊക്കെ നമ്മൾ അപ്ലൈഡ് വേൾഡിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ് എക്കണോമെട്രിക്സിൽ ശരിക്കും സംഭവിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസിന്റെ ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്കണോമെട്രീഷ്യന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു എക്കണോമെട്രീഷ്യന് എന്ത് സാധിക്കും? ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് വെച്ചിട്ട് എത്രമാത്രം ഇനി മുന്നോട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും, വരുന്ന കാലങ്ങളിൽ എത്രമാത്രം പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കുമെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എക്കണോമെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എക്കണോമെട്രിക്സിന്റെ ബേസിക് ആണ്, ബേസിക് കോൺസെപ്റ്റ് ആണ് ഇത്. എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് ആണ് അടുത്ത ടോപ്പിക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് അറിഞ്ഞു വെച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്കണോമെട്രിക്സിന്റെ മോഡലുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയുള്ള ക്ലാസ്സുകൾ മനസ്സിലാവുള്ളൂ. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നന്നായി ശ്രദ്ധിച്ചിരുന്ന കേട്ടോ.
ഓക്കെ, മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ്. എക്കണോമെട്രിക്സിന് ശരിക്കും എന്താണ്, എക്കണോമിക്സിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെ. എന്തൊക്കെ ഇഷ്യൂസ് ആവാം? മാക്രോ ഇഷ്യൂസ് ആവാം, പബ്ലിക് ഫിനാൻസ് ആവാം, മൈക്രോ ആവാം. ഒരുപാട് ഇഷ്യൂസ് ആണ് ശരിക്കും എക്കോണമിയിലുള്ളത്. ഈ ഇഷ്യൂസ് എല്ലാം പല പല ബ്രാഞ്ചിനാവാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ എന്താവാം, ഓരോ സെക്ടറിലാവാം. ഏത് അഗ്രികൾച്ചർ സെക്ടറിലാവാം, സർവീസ് സെക്ടറിലാവാം, ഓരോ സെക്ടറിലും ആവാം. സോ ഇവിടെ എന്താണ്, നമ്മൾ ഒരു എക്കണോമിക് സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 8 സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ മെത്തഡോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾസ് ആണ്. കുറെ അധികം റൂൾസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെത്തഡോളജി എന്ന് നമ്മൾ നോർമലി പറയുന്നത്. അപ്പം ഒരു 8 സ്റ്റെപ്സ് ഉണ്ട്. ഈ 8 സ്റ്റെപ്പ് ഫോളോ ചെയ്താലാണ് നമ്മുടെ എക്കണോമെട്രിക് സ്റ്റഡി നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. സോ അത് ഏതൊക്കെയാണ് 8 സ്റ്റെപ്പുകൾ? ഒന്നാമത്തത് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറി ഓർ ഹൈപ്പോത്തസിസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ വന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡിപ്പെൻഡ് അപ്പോൾ ഇൻകം ഹൗസ് ഹോൾഡ്. അപ്പൊ ഒരാളുടെ കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? അയാളുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എനിക്ക് എത്രമാത്രം ഇൻകം ഉണ്ടോ അതനുസരിച്ച് ഞാൻ ചെലവ് ചെയ്യും. എനിക്കിപ്പോൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെലവ് ചെയ്യും. 10,000 ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെലവ് ചെയ്യും. ഫസ്റ്റ് എന്താണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവിടെ എന്താണ്, കൺസംഷൻ, എന്റെ കൺസംഷൻ എന്റെ ഇൻകത്തെ മാത്രം ബേസ് ചെയ്താണോ ഇരിക്കുന്നത്? ഒരിക്കലും അല്ല. എന്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും? ഇപ്പൊ ഞാനൊരു റൂറൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ കൺസംഷൻ? കുറച്ചുകൂടെ കുറവായിരിക്കും. ഇപ്പം നമ്മുടെ സിറ്റീസിലേക്കൊക്കെ പോകുമ്പോൾ, കുറച്ചുകൂടി മെട്രോപൊളിറ്റൻ സിറ്റീസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളുടെ ഇരട്ടി വില കൊടുത്തായിരിക്കും നമ്മൾ അവിടെ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്? അർബൻ ഏരിയയിലാണോ റൂറൽ ഏരിയയിലാണോ? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ എന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? ഇപ്പം 2 പേര് ഉള്ള വീട്ടിലുള്ള ചെലവും 10 പേര് വീട്ടിലുള്ള ചെലവും വ്യത്യാസമാണല്ലേ. അപ്പം സൈസ് ഓഫ് ദ ഫാമിലിയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഹെൽത്ത് സ്റ്റാറ്റസ്. ഇപ്പം ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുള്ള വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ചെലവ് കൂടുതലായിരിക്കും. ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് വാങ്ങിക്കണം, ടെസ്റ്റുകൾ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ എന്തായിരിക്കും, അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പം ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരിക്കലും എന്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 2 കോൺസെപ്റ്റ് ആണ് കെയ്നീസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് എന്താണ്, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇവിടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന് എന്താണ് പറയുന്നത്? ഒരു ഇൻകം ലെവൽ കൂടുന്നതനുസരിച്ച് ഈ APC എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കുറഞ്ഞു വരാൻ, ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ് ആര് പറയുന്നത്? കെയ്നീസ് പറയുന്നത്. പിന്നെ മാർജിനൽ പ്രൊപ്പൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഓരോ രൂപയിൽ നിന്നും എത്ര രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൽ പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക്കേഷൻ ഓഫ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഓർ തിയറി. നമ്മൾ പറഞ്ഞു നമ്മുടെ എക്കണോമിക് തിയറി എന്താക്കണം? മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് ആക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ ഇവിടെ എന്താണ്? ഇപ്പം പറഞ്ഞ കെയ്നീസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. മാത്തമാറ്റിക്കൽ മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. CI ഈക്വൽ ടു C0 പ്ലസ് CYI. ഇവിടെ എന്താണ്? C എന്ന് പറയുന്നത് കൺസംഷൻ ഫംഗ്ഷൻ ആണ്, ക്യാപിറ്റൽ C എന്ന് പറയുന്നത്. Y എന്താണ്? ഇൻകം ആണ്. അപ്പം C0 എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണ്. ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് ജോലി ഇല്ലായിരുന്ന സമയം, നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് കുറച്ച് ചെലവുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇൻകം ഉണ്ടായിട്ടാണ് നമ്മൾ ചെലവ് ചെയ്തത്? ഒരിക്കലും അല്ല. പക്ഷെ എന്താണ്, നമ്മൾ ചെലവ് ചെയ്തു, നമുക്ക് പക്ഷെ ഇൻകം ഇല്ല. എന്ത് പറയാം, അതാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിൽ, നമുക്കൊരു ഇൻകം ഇല്ലെങ്കിൽ പോലും എന്താണ്, ഒരാൾക്ക് നിർബന്ധമായി വരുന്ന ഒരു ബെയർ മിനിമം നീഡ് ഫോർ സർവൈവൽ, നമുക്ക് ജീവിക്കാൻ വേണ്ട ഒരു ചെലവുണ്ടല്ലോ, ആ ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ APC എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അത് കെയ്നീസിന്റെ തിയറിയിൽ എന്താ പറയുന്നത്? APC ഇൻകം കൂടുന്നതനുസരിച്ച് APC കുറയാണെന്നാണല്ലോ പറയുന്നത്. അപ്പം ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണത് എന്ന് പറയുന്നത്? C ഈസ് ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം? 0യിൽ കൂടുതലായിരിക്കണം. അതുപോലെ നമ്മുടെ സ്മോൾ c, അതായത് നമ്മുടെ പാരാമീറ്റർ ആണ്, പാരാമീറ്റർ എന്ത് ചെയ്യണം? അത്
>0 <1 ഇതിന്റെ ഇടയിലായിരിക്കണം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ഹൈപ്പോത്തസിസ് ഹെൽപ്പ് ചെയ്യാൻ ഈ രണ്ട് കണ്ടീഷൻസും നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ഹൈപ്പോത്തസിസ് മാത്തമാറ്റിക്കൽ ഫോമിലേക്കാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എക്കണോമെട്രിക് മോഡൽ. നമ്മൾ തിയറി കണ്ടു, തിയറിനെ മാത്തമാറ്റിക്കൽ മോഡലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ എക്കണോമെട്രിക് മോഡലിലേക്ക് ഇതിനെ ആക്കണം. സോ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ഇക്വേഷനിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇനി സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. അതിനെയാണ് നമ്മൾ എക്കണോമെട്രിക് മോഡൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ട ഈക്വേഷൻ, നമ്മുടെ ലാസ്റ്റ് കണ്ട ഈക്വേഷൻ ഏതാണ്? ഈ കൺസെപ്ഷന്റെ ഈക്വേഷൻ നമ്മളിതൊരു ഗ്രാഫിലേക്ക് ആക്കുവാണെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കും? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു സ്റ്റൊക്കാസ്റ്റിക് എറർ ടേമിനെ നമ്മുടെ മോഡലിലേക്ക് ആഡ് ചെയ്ത കാര്യം പറഞ്ഞല്ലേ? ഈ ലാസ്റ്റ് കാണിച്ച ഇക്വേഷൻ സ്റ്റൊക്കാസ്റ്റിക് എറർ ടേം നമ്മൾ കാണിക്കുന്നില്ല. അപ്പം എക്കണോമെട്രിക്സ് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പിലായിരിക്കും എപ്പോഴും. അവരുടെ റിലേഷൻഷിപ്പിന്റെ നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എക്കണോമിക് വേരിയബിളിന്റെ സ്റ്റൊക്കാസ്റ്റിക് തന്നെ ആയിരിക്കും. അപ്പം നമ്മളിവിടെ എടുക്കാൻ പോണ, നിങ്ങൾ അസ്യൂം ചെയ്യുക 2 ഹൗസ് ഹോൾഡ് എന്ന് വിചാരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും സെയിം ലെവൽ ഓഫ് ഇൻകം ആണ്. പക്ഷെ എന്താണ്? രണ്ടുപേർക്ക് 10,000 വെച്ചാണ് അവരുടെ ഇൻകം എന്ന് വിചാരിക്കുക. പക്ഷെ അവരുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഒരാളുടെ വീട്ടിൽ 2 പേരെ കാണത്തുള്ളൂ, വേറൊരാളുടെ വീട്ടിൽ ചിലപ്പോൾ 4 പേര് കാണും. ഒരാള് റൂറൽ ഏരിയയിലായിരിക്കും, ഒരാള് അർബൻ ഏരിയയിലായിരിക്കും. അപ്പൊ എന്തായാലും അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ ഇൻകം ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേരുടെയും കൺസംഷൻ ഫംഗ്ഷൻ ഒരുപോലെ എഴുതാൻ പറ്റും? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഡിഫറൻസസുകൾ, നമ്മൾ ഈ പറഞ്ഞ സൈസ് ഓഫ് ദ ഫാമിലി, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞാൽ, ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അഫക്ട് ചെയ്യുന്നത് കൺസംഷനെ, ഇതിനെയെല്ലാം നമുക്ക് എന്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും? ഇതിനെയെല്ലാം നമ്മൾ നമ്മുടെ എറർ ടേമായ യുവിൽ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ബാക്കി കൺസെപ്ഷനെ അഫക്ട് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും കൂട്ടി നമ്മൾ എറർ ടേമിൽ കൊടുക്കുന്നു. ഈ എറർ ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ എക്കണോമെട്രിക് മോഡലായി മാറും. അപ്പൊ എങ്ങനെയാണത്? CI = C0 + CYI + UI. ഇതെന്താണ്? ഒരു നമ്മുടെ എക്കണോമെട്രിക് മോഡൽ അല്ലേ? അടുത്ത സ്റ്റെപ്പ് ഒബ്റ്റെയിനിങ് റിക്വസൈറ്റ് ഡേറ്റ. നമ്മുടെ എക്കണോമിക് തിയറി വന്നു, മാത്തമാറ്റിക്കൽ മോഡൽ വന്നു, എക്കണോമെട്രിക് മോഡൽ വന്നു. ഇനി ലാസ്റ്റ് എന്താണ്? ഇനി നമ്മൾക്ക് ഡേറ്റ വേണം ഇത് അനലൈസ് ചെയ്യണമെങ്കിൽ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഡേറ്റ പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും നമുക്ക് ഡേറ്റ എടുക്കാം. അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ട്. നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ കണ്ടു. നമുക്ക് ഇനി ഇവിടെ രണ്ട് വേരിയബിൾ ആണ് നമുക്കിവിടെ വേണ്ടത്. എന്താണ്? ഇൻകവും വേണം, അതുപോലെ കൺസംഷൻ എക്സ്പെൻഡിച്ചറും വേണം. ഇൻകം എന്ന് പറയുന്നത് Y ആണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ C ആണ്. ഇവിടെ ഇൻകം എക്സ്പെൻഡിച്ചർ എന്താണ്? ഫ്ലോ വേരിയബിൾസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫ്ലോ വേരിയബിളും സ്റ്റോക്കും ഫ്ലോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻ ആണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം എന്റെ ഇന്നത്തെ സാലറി ആയിരിക്കില്ല ചിലപ്പം. ഞാനൊരു എക്സാക്ട് വേജിലുള്ള ആളല്ല എന്ന് വിചാരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് എനിക്ക് എമൗണ്ട് കിട്ടുന്നതെന്ന് വിചാരിക്കാം. മാറും. ഞാൻ ഓരോ ദിവസം ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചായിരിക്കും എനിക്ക് ഇൻകം കിട്ടുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യണം? ടൈം അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യണം, എന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ പല ഇൻകം കിട്ടുന്ന ഒരാൾക്ക് ഒരു 10,000, 20,000, 20,000, 30,000 അങ്ങനെ കിട്ടുന്ന ഒരാളെ 10,000 ആണ് കിട്ടുന്നത് എഴുതി വെച്ച് നമ്മൾ ഡേറ്റ തെറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടൈം വെച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ എക്സ്പെൻഡിച്ചർ, ഞാൻ ചിലപ്പോൾ മഴക്കാലത്ത് നമ്മൾ എക്സ്പെൻഡിച്ചർ പോലെ ആയിരിക്കില്ല നമ്മുടെ വേനൽക്കാലത്തുള്ള എക്സ്പെൻഡിച്ചർ. കുറച്ചുകൂടെ വേറെ ചിലപ്പോൾ AC വാങ്ങിക്കാം, ചൂട് കാരണം, അങ്ങനെ പല പല ചെലവുകൾ നമുക്ക് ഓരോ ടൈമിൽ മാറി മാറി വരും. ഇതെല്ലാം എന്ത് ചെയ്യണം? നമുക്ക് സ്പെസിഫൈ ചെയ്യണം. മന്ത്ലി ചെയ്യാം. നമ്മൾ ഇപ്പൊ എടുക്കുന്നത് മന്ത്ലി ഇൻകവും മന്ത്ലി എക്സ്പെൻഡിച്ചറും ആണ്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു. എന്താണ് ഹൗസ് ഹോൾഡ്? നമ്മളിവിടെ ആരെയാണ് ഹൗസ് ഹോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണം. എല്ലാവരും ഹൗസ് ഹോൾഡ് ആണോ? അല്ല, ഇൻകം ഇല്ലാത്തവരും ഉണ്ടല്ലേ. അപ്പൊ നമ്മളിവിടെ ആരെയാണ് ഹൗസ് ഹോൾഡ് ആയിട്ട് കാണുന്നത്? അതുപോലെ ആരാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ആയിട്ട് കാണുന്നത്? ഇൻകം ഉള്ളയാളെയാണോ കാണുന്നത്? ജോബ് ഉള്ളയാളാണോ കാണുന്നത്? ഡിഫൈൻ ചെയ്യണം നമ്മൾ ആദ്യമേ, ആരാണ് ഒരു ഹൗസ് ഹോൾഡ് എന്നുള്ളത്. അതുപോലെ ആരൊക്കെയാണ് ഹൗസ് ഹോൾഡിൽ നമ്മൾ കണക്കാക്കപ്പെടാത്തത്. ഈ ഒരു ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കണം. 4 ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമുക്കുള്ളത്: ടൈം സീരീസ്, ക്രോസ് സെക്ഷണൽ, പൂൾഡ് ഡേറ്റ ആൻഡ് പാനൽ ഡേറ്റ.
അപ്പൊ എന്താണ് ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത്? ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആണ് സെൻസെക്സ്, നിഫ്റ്റി. ഇതൊക്കെ ടൈം സീരീസ് ഡേറ്റകളാണ്. നമ്മൾ ഒരു വേരിയബിളിനെ റെഗുലർലി കളക്ട് ചെയ്യാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ ഒരാളുടെ എക്സ്പെൻഡിച്ചർ എല്ലാ ദിവസവും നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഒരു ടൈം സീരീസ് ഡേറ്റയാണ്. പിന്നെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതൊരു ടൈം സീരീസ് ഡേറ്റയാണ്. GDP ക്വാർട്ടർലി, GDP ആനുവലി, അതൊക്കെ എന്താണ്? ഇതൊക്കെ ടൈം സീരീസ് ഡേറ്റകൾക്ക് എക്സാമ്പിൾ ആണ്. ഇത് ക്രോസ് സെക്ഷണൽ ഡേറ്റ. ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്ന് പറയുമ്പോൾ അതായത് പല വേരിയബിൾസ്, ഇപ്പൊ നമ്മൾ കണ്ടു GDP, CPI, ഇതൊക്കെ കണ്ടു. ഇവയെല്ലാം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ, ഇൻകം, സേവിങ്സ്, ഇതെല്ലാം നമ്മൾ ഒരു വർഷത്തെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഒരു ക്രോസ് സെക്ഷണൽ ഡേറ്റയാണ്. ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടൈം സീരീസ് എന്ന് പറയുന്നത് സെയിം വേരിയബിളിനെ ഓവർ എ പീരീഡ് ഓഫ് ടൈമും, ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സെവറൽ വേരിയബിൾസ് അറ്റ് സെയിം പോയിന്റ് ഓഫ് ടൈമിലും ആണെന്ന് ഓർത്തിരിക്കുക. സെൻസസ് ഡേറ്റ ഒരു ക്രോസ് സെക്ഷണൽ ഡേറ്റയാണ്. സെൻസസ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും അല്ലെ? ഇൻകം, എക്സ്പെൻഡിച്ചർ, അതൊക്കെ ചോദിക്കും. എന്നിട്ട് അതെന്താണ്? അത് ഒരു വർഷത്തെയാണ്. എല്ലാ 10 വർഷം കൂടുമ്പോഴാണല്ലോ സെൻസസ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു വർഷം എന്ത് ചെയ്യുന്നു? ഒരുപാട് വേരിയബിൾസിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. സെൻസസ് ആണ് ക്രോസ് സെക്ഷണൽ ഡേറ്റയ്ക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതിൽ പൂൾഡ് ഡേറ്റ, ഇപ്പൊ പറഞ്ഞ ടൈം സീരീസും ക്രോസ് സെക്ഷണലും കൂടെ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പൂൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. എങ്ങനെ ആയിരിക്കും? അപ്പൊ പല വേരിയബിൾ പല ടൈമിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? പൂൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. എന്താണ് പാനൽ ഡേറ്റ? പാനൽ ഡേറ്റ പൂൾഡ് ഡേറ്റയുടെ ഒരു ടൈപ്പ് ആണ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. അതെങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഈ ഒബ്സർവേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾ യൂണിറ്റ്സിനെ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് ടൈമിൽ വീണ്ടും വീണ്ടും പോയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാനൽ ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസിന്റെ റിട്ടേൺസ് ഒക്കെ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു പാനൽ ഡേറ്റ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. പാനൽ ഡേറ്റ രണ്ട് ടൈപ്പ് ഉണ്ട്. ബാലൻസ്ഡ് പാനലും അൺബാലൻസ്ഡ് പാനലും ഉണ്ട്. പേരിൽ തന്നെ ഉണ്ട്. ബാലൻസ്ഡ് പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഒബ്സർവേഷൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ബാലൻസ്ഡ് പാനലാണ്. ചില ഒബ്സർവേഷൻ ചില ഇയറിലൊക്കെ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ അൺബാലൻസ്ഡ് പാനൽ എന്ന് പറയും. അടുത്തത് 5ാമത്തെ സ്റ്റെപ്പാണ് എസ്റ്റിമേഷൻ ഓഫ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ എക്കണോമെട്രിക് മോഡൽ. നമ്മൾ എന്താണ് ഈ എക്കണോമെട്രിക് മോഡൽ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ് പാരാമീറ്റർ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു? ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? 0യും സിയും ആണ് അല്ലെ? നമ്മുടെ ബേസിക് മോഡലിന്റെ ആണെങ്കിൽ പാരാമീറ്റർ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? എയും ബിയും ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവിടെ എ, ഇവിടെ ബി. ഇതാണ് നമ്മുടെ മോഡലിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, പാരാമീറ്ററിനെ കണ്ടുപിടിക്കുന്നത്? അപ്പം സാമ്പിളിംഗ് പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷനും അതും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പം ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഓക്കെ, എക്കണോമെട്രിക് എസ്റ്റിമേഷൻ ആണെന്ന് പറയുന്നത്. അപ്പം എക്കണോമെട്രിക് എസ്റ്റിമേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരിക്കണം. അത് ഏതാണ്? ഓർത്ത് വെക്കുക. ദ നമ്പർ ഓഫ് ഈക്വേഷൻസ് ഇസ് മോർ ദാൻ നമ്പർ ഓഫ് പാരാമീറ്റർ. പാരാമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കണം എന്തെന്ന് പറയുന്നത്? നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഈക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ എസ്റ്റിമേഷനിൽ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അത് നമ്മൾ പിന്നീട് നോക്കും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ സ്റ്റാറ്റ, ഇവ്യൂസ്, അതൊക്കെ എസ്റ്റിമേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, റിഗ്രഷൻ ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് നമ്മൾ ആദ്യം പറഞ്ഞു ഏതാണ്? APC ഡിക്ലൈൻ ചെയ്യും, MPC കെയ്നീസിന്റെ തിയറിയിൽ പറഞ്ഞു. അതാണ് ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ അവിടെ പറയുന്നത്. ഇവിടെ ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാൻ അത് നമ്മൾ ഉപയോഗിക്കുന്നു. സോ നമ്മൾ ഇപ്പൊ എന്ത് കണ്ടു? തിയറി കണ്ടു, മാത്തമാറ്റിക്കൽ മോഡൽ കണ്ടു, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ കണ്ടു, ഡേറ്റ കണ്ടു, ദെൻ പാരാമീറ്റർ എസ്റ്റിമേഷൻ കണ്ടു. ഇനി ടെസ്റ്റിംഗ് ഓഫ് ദ ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് എന്ത് ചെയ്യും? അതെപ്പോഴും സാമ്പിളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്താ സാമ്പിളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് വേജ് അല്ലെങ്കിൽ ഒരു സ്കൂളിലെ
ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ആവറേജ് വെയിറ്റ് കാണാൻ പോകാന്ന് വിചാരിച്ചു. അപ്പം മൊത്തം കുട്ടികളെ എടുത്ത് പഠിക്കാതെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് എല്ലാ ക്ലാസ്സിൽ നിന്നും റെപ്രസെന്റ് ചെയ്ത് ഒരു 5 ഡിവിഷൻ ഉണ്ട്. എല്ലാ ഡിവിഷനിൽ നിന്ന് രണ്ട് രണ്ട് പേരെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നു. എടുത്തിട്ട് നമ്മൾ അതിന്റെ ആവറേജ് കാണുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ആവറേജ് ഇതാണെന്ന് പറയാൻ പോകുന്നു. അപ്പൊ ഈ രണ്ട് രണ്ട് വീതം എടുത്ത കുട്ടികളാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന കുട്ടികളെല്ലാം ഓവർ വെയിറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആവറേജ് കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബാക്കിയുള്ള ചിലപ്പോൾ ഈ എടുത്ത രണ്ട് പിള്ളേർ മാത്രമാണ് ക്ലാസ്സിലെ ഓവർ വെയിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മൾ ഒരു കൺക്ലൂഷൻ പറയുമ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇപ്പോ ആവറേജ് വെയിറ്റ് ഉള്ളവരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത് എന്താണ്? നമ്മുടെ എസ്റ്റിമേറ്റ് എപ്പോഴും എന്തിനു ഇത് വേരി ചെയ്തിരിക്കും? നമ്മൾ എടുക്കുന്ന സാമ്പിൾ അനുസരിച്ച് ഈ എസ്റ്റിമേറ്റ് എപ്പോഴും എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. പാരാമീറ്റർ എപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുന്ന സാമ്പിൾ അനുസരിച്ച് ഇത് വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ പാരാമീറ്ററിന്റെ വാല്യൂ സാമ്പിളിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് അനലൈസ് ചെയ്യണം? നമുക്ക് ഈ പാരാമീറ്ററിന്റെ വാല്യൂയും അതുപോലെ നമ്മൾ എടുത്ത സാമ്പിൾ എസ്റ്റിമേറ്റിന്റെ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് റിയൽ ആണോ, അത് അങ്ങനെ ഉണ്ടോ, അതെയോ സാമ്പിളിംഗിൽ നമുക്കുണ്ടായ ഫ്ലക്ച്വേഷൻ മൂലമാണോ ഇത് ഉണ്ടായിരിക്കുന്നത് അറിയാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? രണ്ട് മേജർ ഇഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഹൗ മെനി എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഷുഡ് ബി ദെയർ ഇൻ എ റിഗ്രഷൻ മോഡൽ? എത്ര എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് റിഗ്രഷൻ മോഡലിലുണ്ട്? അതുപോലെ ഫങ്ഷണൽ ഫോം ഓഫ് ദ മോഡൽ. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ ഒരു ടു വേരിയബിൾ കേസ് റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയാണ്? ഒരു എക്സ്പ്ലൈൻഡ് വേരിയബിളും ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളും അതിലുണ്ടായിരിക്കും. മോർ ദാൻ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് വിളിക്കുന്നു. ഈ ഫങ്ഷണൽ ഫോം എന്താവാം? മേ ബി ലീനിയർ ആവാം, ചിലപ്പോൾ നോൺ ലീനിയറും ആയെന്ന് വരാം. ഓക്കെ. ഏഴാമത്തെ സ്റ്റെപ്പാണ് ഫോർകാസ്റ്റിംഗ് ഓർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം എസ്റ്റിമേറ്റ് ചെയ്ത് പാരാമീറ്ററിനൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യാൻ പോകണം? ഫ്യൂച്ചർ വാല്യൂ പിക്ക് ചെയ്യാൻ പോകണം. ഇത് തന്നെയാണ് എക്കണോമെട്രിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർകാസ്റ്റിംഗ് ഓർ പ്രഡിക്ഷൻ എന്താ പറയുന്നത്? ഈ എസ്റ്റിമേറ്റഡ് മോഡൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചർ വാല്യൂവിനെ, ഇത് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂവിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു പ്രഡിക്ഷൻ എറർ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം സാമ്പിൾ എസ്റ്റിമേഷൻ ഫ്ലക്ച്വേറ്റ് ചെയ്യുമല്ലോ. നമ്മൾ പറഞ്ഞല്ലോ സാമ്പിളിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്ന സാമ്പിളിനെ പോലെ ഇരിക്കും എസ്റ്റിമേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കിട്ടിയ എസ്റ്റിമേറ്റിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ആവറേജ് സ്റ്റുഡൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ ആവറേജ് വെയിറ്റ് ഇത്രയാണ് എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ, ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തും. അപ്പം ഈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ഒക്കെ നമ്മൾ അടുത്ത് വരുന്ന യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നീട് നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ട് എന്ത് ചെയ്യും? നമ്മളിപ്പം ഓവർ വെയിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഓവർ വെയിറ്റഡ് ആണ്, അതിന് വേണ്ട മെഷേഴ്സ് എടുക്കും. കുട്ടികൾ അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ കാണും. അതിനെന്താ നമ്മൾ പറയുന്നത്? പോളിസി ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ പോളിസി റെക്കമെൻഡേഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ റിസൾട്ട് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പോളിസി റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ മോഡൽ ഫിറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നടത്തുന്നത്. ഇനി അസോസിയേഷൻ ആൻഡ് കൊസേഷൻ ആണ്. ലൈക്ക് അസോസിയേഷൻ ആൻഡ് കൊസേഷൻ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ആൻഡ് കൊസേഷനിൽ പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ രണ്ട് വേരിയബിൾസിന്റെ കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റി അതിന്റെ ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസും അവിടെ ഡൽഹിയിൽ ഉണ്ടാവുന്ന റോഡ് ആക്സിഡന്റ് തമ്മിലുള്ള ബന്ധം, അതിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഹൈ ആയിട്ട് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലോസ് ടു 1 ഒക്കെ കാണിക്കുകയാണെങ്കിൽ എന്താണ്? തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
അവിടെ കുറെ കുട്ടികൾ ലൈബ്രറി വരുന്നു, അവിടെ നടക്കുന്ന റോഡ് ആക്സിഡന്റ് ചിലപ്പോൾ ഒന്നോ രണ്ടോ കേസ് ഉണ്ടാവുമായിരിക്കും. കുട്ടികളൊക്കെ ഒരുപാട് തിക്കി തിരക്കിയൊക്കെ വന്നിട്ട്. പക്ഷെ അവിടെ വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ റോഡ് ആക്സിഡന്റ് കൂടുന്നു അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നത്. രണ്ട് വേരിയബിൾ എടുത്തിട്ട് ഒരു റിഗ്രഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. എന്താണ് ലൈബ്രറിയിൽ കുട്ടികൾ വരുന്നത്, അതനുസരിച്ച് ആക്സിഡന്റ് കൂടുന്ന എന്നൊരു ഡേറ്റ ഉണ്ട്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു റിഗ്രഷനിൽ സ്റ്റാറ്റിസ്റ്റിക്കലി അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന റിഗ്രഷൻ ഒക്കെ എന്താണ് മീനിങ്ലെസ് ആണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. അപ്പം എന്താണ് റിഗ്രഷൻ അനാലിസിസിൽ എന്ത് മാത്രമാണ് കാണിക്കുന്നത്? ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസ് മാത്രമാണ് കാണിക്കുന്നത്. ഒരു വേരിയബിളിന് മറ്റൊരു വേരിയബിളിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസ് മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കംപ്ലീറ്റ്ലി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതിനെ ബേസ് ചെയ്ത് വരുന്ന റിസൾട്ടുകളാണ്. അപ്പം എന്താണ് അസോസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് കൊസേഷൻ അല്ല. നമുക്കത് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് ലൈബ്രറിയിൽ കുട്ടികൾ വരുന്ന ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഒരു അസോസിയേഷൻ മാത്രമാണ്. ലൈബ്രറിയിൽ കുട്ടികൾ വരുന്നത് കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് കൊസേഷൻ. അപ്പം അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും കൊസേഷൻ അല്ല. എപ്പോഴും നമ്മൾ ഒരു എക്കണോമിക് തിയറി അല്ലെങ്കിൽ ഒരു റിഗ്രഷൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എപ്പോഴും എന്ത് വേണം, ഒരു ഇക്കണോമിക് തിയറി അല്ലെങ്കിൽ അവിടെ ഒരു ലോജിക് എപ്പോഴും വേണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഈ വരുന്ന വാല്യൂസ് അല്ലെ റിലേഷൻഷിപ്പ് ഒക്കെ മീനിങ്ലെസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പ്യൂരിയസ് റിഗ്രഷൻ ആയിരിക്കും ഇതൊക്കെ. ഇപ്പൊ നമ്മൾ ലോജിക്കിന്റെ കാര്യം പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മൾ ലോജിക്കിന്റെ കാര്യം പറയുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എടുക്കുക. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ എന്താ പറയുന്നത്, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്, അതർ തിങ്സ് റിമെയിൻ കോൺസ്റ്റന്റ്. എന്താണ്, ബാക്കിയുള്ളതിനെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. ഇപ്പം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓറഞ്ചിന്റെ വില കുറയുന്നു, ആളുകൾ കൂടുതലായിട്ട് ഓറഞ്ച് പ്രിഫർ ചെയ്യും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഓറഞ്ച് കഴിക്കാത്ത ഒരാളാണ്, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓറഞ്ചിന്റെ വില കൂടിയാലും കുറഞ്ഞാലും എന്നെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഓറഞ്ചിന്റെ വില കൂടിയെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് അത് വാങ്ങിക്കത്തില്ല. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. ഈ തിയറിയിൽ പറയുന്നത് എന്താണ്, അതർ തിങ്സ് റിമെയിൻ കോൺസ്റ്റന്റ്. എന്റെ ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ, അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ തിയറി ഒക്കെ എന്താണ്, മീനിങ്ലെസ് ആണ്. അതാണ് ഈ അസോസിയേഷൻ ആൻഡ് കൊസേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട PYQ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ PYQയിൽ എന്താണ്, എൻഡ് ടേം എക്സാമിനേഷൻ ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. ബേസിക്കലി എക്കണോമെട്രിക്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വേരിയസ് സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എൻഡ് ടേം എക്സാമിനേഷൻ ഡിസംബർ 2023 എന്ത് ചോദിച്ചിട്ടുണ്ട്, ദ സ്റ്റെപ്പ് ഷുഡ് ബി ഫോളോ ക്യാരിങ് ആൻ എക്കണോമെട്രിക് സ്റ്റഡി. അപ്പൊ എന്താണ്, ഫസ്റ്റ് എന്താണ്, 3 ക്യാരക്ടറുകൾ ഏതൊക്കെയാണ് എക്കണോമെട്രിക്സിന്റെ? ഇതാണ് 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എക്കണോമെട്രിക്സ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. രണ്ടാമത്തെ എന്താണ്, ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ഇക്കണോമിക് തിയറിയെ അല്ലെങ്കിൽ ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തത് എസ്റ്റിമേഷന് വേണ്ട അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കണോമെട്രിക്സിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞ ഫീച്ചറുകൾ. പിന്നെ സ്റ്റെപ്സ് ഏതാണ്, ഒരു എക്കണോമെട്രിക് സ്റ്റഡി ക്യാരി ചെയ്യാനുള്ള 8 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ മെത്തഡോളജി ഇൻ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഈ 8 അല്ലേ. അതെന്താണ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറി ഓർ ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്പെസിഫിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ തിയറി. തേർഡ്, സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എക്കണോമെട്രിക് മോഡൽ. 4, ഒബ്റ്റൈനിങ് റിക്വസൈറ്റ് ഡേറ്റ. 5, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ഇക്കണോമെട്രിക് മോഡൽ. 6, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. 7, ഫോർകാസ്റ്റിംഗ് ഓർ പ്രഡിക്ഷൻ. 8, ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. അപ്പം 2 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ പോർഷനിൽ നിന്നുള്ളത്. മെത്തഡോളജി ഓഫ് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇക്കണോമെട്രിക്സ് പേപ്പർ പഠിക്കുമ്പോൾ. അപ്പം എല്ലാവരും ക്ലാസ് കാണുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ചുകൂടി ഇപ്പൊ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, കുറെ ടേംസ് ഒക്കെ നിങ്ങൾ ഇതിനകത്ത് കേട്ടല്ലേ, ഹൈപ്പോത്തസിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എസ്റ്റിമേഷൻ മെത്തേഡ്സ്, ഇതെല്ലാം അടുത്ത യൂണിറ്റുകളിൽ നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു.